ഹലോ ഗായ്സ്, വെൽക്കം ടു ആമി ടാക്കീസ്. ഇന്ന് ഞാൻ എൻ്റെ അമ്മയുടെ സ്പെഷ്യൽ ഒരു ഞണ്ട് കറി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പം ഞണ്ട് വാങ്ങിക്കാൻ പോകണം. അപ്പോൾ ഞണ്ട് വാങ്ങിക്കാൻ പോകുന്നതിൻ്റെ ചെറിയൊരു ബിറ്റൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഞണ്ടൊക്കെ കൊണ്ടുവന്ന് വൃത്തിയാക്കി എങ്ങനെയാണ് ആ ഞണ്ട് കറി ഉണ്ടാക്കുന്നതെന്ന് കാണാം. ഞങ്ങൾ ഞണ്ടൊക്കെ വാങ്ങിക്കൊണ്ട് വന്ന് വെള്ളത്തിലിട്ട് വെച്ചേക്കാം കേട്ടോ. ഇതിന് ക്ലീൻ ആക്കി എടുക്കണം. ഞണ്ട് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത്രയും സാധനങ്ങളാട്ടോ വേണ്ടത്. ശരിക്കും പറഞ്ഞാൽ കുഞ്ഞുള്ളിയില്ലേ, അതും കൂടി വേണമായിരുന്നു, പക്ഷെ എൻ്റെ കയ്യിലില്ല. സവോള എടുത്തിട്ടുണ്ട്, തക്കാളി എടുത്തിട്ടുണ്ട്. ഇത് വെളുത്തുള്ളിയും ഇഞ്ചിയും പെരിഞ്ചീരകവും കൂടെ ഒന്ന് ചതച്ചെടുത്തതാണേ. പിന്നെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഞാനൊരു പാത്രം വെച്ചിട്ട് അതിനകത്തേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ കറിക്ക് ഏറ്റവും ബെസ്റ്റ് കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ വറ്റൽമുളക്, പിന്നെ ഇതിനകത്ത് ഞാൻ കുറച്ച് ഇത്രയും ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഉലുവയും കൂടെ നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. പച്ചമുളകും കൂടെ ആഡ് ചെയ്യാം. ഇതൊരു 2 മിനിറ്റ് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അതിൻ്റെ ഒരു പച്ച സ്മെല്ലൊക്കെ ഉണ്ടല്ലോ, ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും, അതൊക്കെ ഒന്ന് മാറുന്ന വരെ ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് നമുക്ക് എടുക്കാം. ഈ സമയത്ത് ഈ പെരിഞ്ചീരകം നമ്മൾ ചതച്ചല്ലോ ഇതിൻ്റെ കൂട്ടത്തിൽ, അപ്പോൾ ഒരു അടിപൊളി മണം വരുവേ. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ സെറ്റായി വന്നിട്ടുണ്ടേ. അപ്പം നമുക്ക് ഇതിനകത്തേക്ക് മഞ്ഞപ്പൊടിയാണ് ഞാൻ ഇപ്പോൾ ചേർക്കാൻ പോണേ. ആവശ്യത്തിന് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക. അതിൽ നന്നായിട്ടൊന്ന് വഴറ്റാം. ഇനി ഇതിലേക്ക് ഞാൻ മല്ലിപ്പൊടി ഇടാൻ പോവാണ്. ഒരു 2 സ്പൂൺ മല്ലിപ്പൊടി ഇടുവാണേ. ഒരു 3 സ്പൂണും കൂടി ഇടാം. എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെ അളവ് കറക്റ്റ് ഇത്ര ഞണ്ടിന് ഇത്ര അങ്ങനെ പറയാൻ അറിയില്ല. ഞണ്ട് കാണുമ്പോൾ അതിൻ്റെ ആ ഒരു ക്വാണ്ടിറ്റി വെച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പം ഞാൻ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് മുളക് പൊടിയും കൂടെ ആഡ് ചെയ്യണം. ഞാൻ 2 ടൈപ്പ് മുളക് പൊടിയാണ് ആഡ് ചെയ്യുന്നത്. കാശ്മീരിയും കൂടി ഇടുമ്പോഴാണ് കറിക്ക് നല്ലൊരു കളർ വരിക. ഇനി പൊടികളൊന്നും കരിഞ്ഞു പോകാതെ ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് നമുക്ക് ഇതിലേക്ക് സവോള ഇട്ട് കൊടുക്കാം. സവോള ഇട്ട് കൊടുക്കുകയാണേ. ഞാൻ ഉപ്പിട്ടിട്ടില്ല, ഞാൻ ഉപ്പ് ഇപ്പോഴല്ല ഇടുന്നത്. ഈ സവോളയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വരണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വെക്കാം. ഇനി സവോളയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ടേ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മൂടി വെക്കാം. ഈ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഈ ഉള്ളിയും തക്കാളിയും കൂടി ഇങ്ങനെ മിക്സായി വരണം. അടച്ചു വെക്കാവേ. ഈ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ആ ഉള്ളിയുടെ കൂടെ ഇങ്ങനെ നന്നായിട്ട് മിക്സായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ എണ്ണയൊന്ന് തെളിയുന്ന സമയത്ത് നമ്മൾ ആ ക്ലീനാക്കി വെച്ചിട്ടുള്ള ഞണ്ടും കൂടി ഇട്ട് മിക്സ് ചെയ്ത് അടച്ചു വെക്കണം. വെച്ച് വേവിക്കുമ്പോൾ അതിൽ നിന്ന് കുറച്ച് വെള്ളം ഇങ്ങനെ ഇറങ്ങി വരും. ആ സമയത്ത് നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ഉപ്പും കൂടി ആഡ് ചെയ്യാനുണ്ട്. നമ്മുടെ കറിയുടെ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജ് ആണ് കേട്ടോ. ഈ സമയത്ത് ഞാൻ കുരുമുളക്, പെരിഞ്ചീരകം പൊടിച്ചത്, ഗരം മസാല, ഇത് ഈ 3 പൊടികളും കൂടി ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് ഗ്രേവി നന്നായിട്ട് വറ്റിച്ചെടുക്കും കേട്ടോ. നിങ്ങൾക്ക് എത്രത്തോളം ഗ്രേവി വേണോ അതനുസരിച്ചിട്ട് വേണം ഇത് കറി വറ്റിച്ചെടുക്കാൻ. അപ്പോൾ ഞാൻ ഈ ഒരു പരുവത്തിലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഞാൻ കഴിക്കാൻ പോവാണേ. സൂപ്പർ. അതെടുത്ത് കടിച്ചു നോക്ക്. നല്ല ഫ്ലേവർ ഇല്ലേ?